അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചിക്കുവിന്റെ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ ആലോ മണപ്പുറത്ത് പോയി. ചെന്ന പാടെ തന്നെ ഡ്രോണിൽ 2 ക്ലിപ്പ് എടുത്തിട്ടേ ബാക്കി പരിപാടിയുള്ളൂ എന്ന് പറഞ്ഞ് ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് ഫ്ലൈ ചെയ്ത് തുടങ്ങി. മന്ത്രമില്ലാതെ മായകളില്ലാതെ ഇന്ദ്രലോകത്ത് ചെന്നതുപോലാണ് ഡ്രോൺ ഷോട്ട്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അകത്തേട്ട് കയറി. ശിവരാത്രിയുടെ ആ ഒരു ടൈമിൽ തുടങ്ങിയതാ. ഇനി ഇത് 2 ദിവസം കൂടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് വന്നത്. തുടങ്ങിയ ദിവസങ്ങളിൽ അപേക്ഷിച്ച് എന്ന് ശരിക്കും പറഞ്ഞാൽ തിരക്ക് കുറവായിരുന്നു. എന്തെങ്കിലും അവിടെ നമുക്ക് ഇതിൽ റൈഡിൽ കയറാന്ന് പറഞ്ഞ് ഞങ്ങളുടെ നേരെ കണ്ടുപോയത് ഇങ്ങോട്ടാണ്. ഗുണാക്കിയ എന്നുള്ളൊരൊറ്റ പേര് കണ്ടാണ് ഇതിന്റെ അകത്ത് ടിക്കറ്റ് എടുത്ത് തരുന്നത്. കാര്യം അതിന്റെ മേക്കിംഗ് ഒക്കെ കൊള്ളാം. ചുമ്മാ ഇങ്ങനെ കണ്ടു കിടക്കാനേ ഉള്ളൂ. മുന്നോട്ട് പോകുന്തോറും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. പക്ഷെ നടന്ന് അത് തീർന്നു പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. ചുരുക്കം പറഞ്ഞാൽ അത്ര അടിപൊളിയായിരുന്നില്ല. അവസാനം ഞങ്ങൾ നടന്നെത്തിയത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് നേരെ ഇറങ്ങി. ഓവറോൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാർപ്പറ്റൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മഴ പെയ്ത് അവിടെ ചെളി പിടിച്ചെടുക്കാറ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ജൈന്റ് വീൽ കയറാനായിട്ടാണ്. ജൈന്റ് വീലിൽ കയറിയ കഥകൾ അടുത്ത സീരീസിൽ പറയാം. സബ്സ്ക്രൈബ് ചെയ്താ അടുത്ത സീരീസിൽ കാണാം.